പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലി ടി പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ച് ടി പുരുഷോത്തമൻ. തീയിടലിന് പിന്നിൽ മുൻ MLA TI മധുസൂദനനാണ് എന്നാണ് പരാതി. മധുസൂദനെതിരെ പ്രേരണാകുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കത്തിലെ ആവശ്യം. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. എന്തെല്ലാമാണ് നിഖിലെ ഇതിന് കാരണമായി പറയുന്നത്? ഹർഷൻ, കാരണമായി CPIM പയ്യന്നൂരിനകത്ത് നേരത്തെ തന്നെ ഈ TI മധുസൂദനും ടി പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരാതിയുള്ളത്. നേരത്തെയുള്ള പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുരുഷോത്തമൻ്റെ വീടിൻ്റെ കാറ് കത്തിച്ചു. അതിനാഹ്വാനം ചെയ്തത് TI മധുസൂദനായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തന്നെ ഇല്ലാതാക്കണമെന്ന രീതിയിൽ പ്രവർത്തകർക്ക് TI മധുസൂദനൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ CPIM പ്രവർത്തകർ TI മധുസൂദനൻ്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ചില പ്രതികരണങ്ങൾ നടത്തുക, അതിനുശേഷം TI മധുസൂദനെ അനുകൂലിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ടി പുരുഷോത്തമൻ ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ കെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അതിനോട് ചേർന്നുള്ള ഒരു ഷെഡിന് തീപിടിച്ചിരുന്നു. CPIM പ്രവർത്തകരാണ് TI മധുസൂദന്റെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്തത് എന്നുള്ളതാണ് പുരുഷോത്തമന്റെ പരാതി. എന്നാൽ ഈ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിലൊരു കത്ത് ടി പുരുഷോത്തമൻ അയക്കുന്നത്. ഈ ഷെഡിന് തീയിടാൻ ആഹ്വാനം ചെയ്തത് TI മധുസൂദനാണ്. മുൻ പയ്യന്നൂർ MLA ആയ TI മധുസൂദനാണ്. മധുസൂദനെതിരെ ഇക്കാര്യത്തിൽ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് TI പുരുഷോത്തമൻ ആരോപണമായി ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ഈ ഷെഡിന് ബോംബെറിഞ്ഞ് തീയിടുകയായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൂടി ഈ പരാതിയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ടി പുരുഷോത്തമൻ. ഇതെല്ലാം തന്നെ പയ്യന്നൂരിലെ CPIM-നകത്ത് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം, അത് പിന്നീട് പാർട്ടിയുടെ പ്രശ്നമായി മാറുന്ന സാഹചര്യം ഉണ്ടായതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ടി പുരുഷോത്തമൻ CPIM-ൻ്റെ ഭാഗമല്ലാതായിട്ട് കാലം കുറയായി. പക്ഷേ ഈ ടി പുരുഷോത്തമനും TI മധുസൂദനും നേർക്കുനേർ വാക്പോര് നടത്തുന്നതുമെല്ലാം നമ്മൾ കാണുന്നതാണ്. പയ്യന്നൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് എങ്ങനെ ബാധിച്ചു എന്നതും കണ്ടു. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും ഈ വിഷയം ഇപ്പോഴും വളരെ സജീവമായി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെയും സാഹചര്യം. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.